കലാസ്നേഹികളെ, കഴക്കൂട്ടം ഗ്ലോബൽ തിയേറ്റേഴ്സ് നിങ്ങൾക്കായി സാഭിമാനം സമർപ്പിക്കുന്ന ലോ ബഡ്ജറ്റ് നാടകം തൊമ്മനും മക്കളും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളാണെങ്കിലും കലാബോധം തൊട്ടു തീണ്ടാത്ത ഞങ്ങൾക്ക് ഈ വേദിയിൽ ഈ നാടകം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഷെയർപൂവിന്റെ കലാകാരന്മാർക്ക് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ഈ നാടകവുമായി ബന്ധപ്പെട്ട എല്ലാ ബഗുകളും ദയവായി ബഗ് ട്രാക്കറിൽ മാത്രം ലോഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബുക്കിംഗിന് മെന ഡെലിവറി മാനേജർ, കഴക്കൂട്ടം വിവോ ടെക്നോ പാർക്ക്. ഒരറിയിപ്പുണ്ട്. ജാവ ടീമിലെ മായ കെയുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് വീണ് കിട്ടിയിട്ടുണ്ട്. കാശിന് അത്യാവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള HDFC ATMുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഏജന്റ് അവിടെ പിൻ നമ്പറുമായി നിങ്ങളെ കാത്തുനിൽപ്പുണ്ട്. ഓർക്കുക, ഈ സേവനത്തിന് ഞങ്ങൾ യാതൊരുവിധ ചാർജ് ഈടാക്കുന്നതല്ല. സകല ഗൂഗിൾ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. തൊമ്പനും മക്കളും. ഹലോ, സൽകുമാർ സ്പീക്കിംഗ്. ഞാൻ ASDന്ന് സുധീഷാണ് സാറേ. നമ്മുടെ ME പറവറ റിപ്പോർട്ട് വീണ്ടും പൊട്ടി. എടേ, ആപ്ലിക്കേഷൻ ആവുമ്പോ തട്ടിന്നും മുട്ടിന്നും പൊട്ടിന്നൊക്കെ ഇരിക്കും. എടേ, ആപ്ലിക്കേഷൻ പൊട്ടിയെങ്കിൽ പൊട്ടിച്ചവരോട് ചോദിക്കണേ. എടേ, അല്ലെങ്കിൽ ഡെവലപ്പറോട് ചോദിക്കണേ. എടേ, അതല്ലെങ്കിൽ ടെസ്റ്ററോട് ചോദിക്കണേ. നീ എന്തിനടേ എന്നെ വിളിക്കുന്നത്? അല്ല സാറേ, സാറാവുമ്പോ ഒരു തീരുമാനം ഉണ്ടാവുമല്ല. എന്നാ തീരുമാനിച്ചു. അതൊരു ഫീച്ചർ ആക്കണേ. ഓ, സാറിന്റെ ഒരു ബുദ്ധി. അപ്പൊ ആ ടിക്കറ്റ് ക്ലോസ് ചെയ്യാലല്ലേ? അങ്ങനെ ഒരു ടിക്കറ്റ് കൂടി ക്ലോസ് ആയി. സായിപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആയിട്ട് ഒരു സംഭവമാണ് കേട്ടാ. സംഭവം തന്നെ. ഇടപെട്ട് സത്യം പറഞ്ഞാല് ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞില്ലേ? ഇതിനിടയിലൊക്കെ കുറെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലേ. എനിക്ക് അമ്മച്ചാടെ ഒരു തുണി കിട്ടിയില്ല കേട്ടാ. എന്തുവാടേ നിനക്ക് മനസ്സിലാകാത്തത്? എല്ലാത്തിനും അങ്ങോട്ട് ഓക്കെ സാർ നടിക്കുന്നുണ്ടായിരുന്നല്ലോടേ. എടേ, എനിക്കതല്ലേ അറിയാവൂ. എടേ, അറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. എടേ, വർഷം കുറെ ആയടേ ഞാൻ ഈ മീറ്റിങ്ങിന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ എനിക്കൊരു പുല്ലും മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു ഏകദേശം വെച്ചൊരു കാച്ച്. സായിപ്പ് ഓക്കെ പറയും. എന്തിനാണ് ഓക്കെ പറഞ്ഞതെന്ന് അറിയത്തില്ല. നമ്മൾ ആഡംബരമായിട്ട് പ്രോജക്റ്റ് അങ്ങ് കിക്ക് ഓഫ് ചെയ്യും. ശരിക്കും പറഞ്ഞ വട്ടപ്പൂജത്തിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങണമല്ലേ? അതിന് പറ്റിയ ഒരാളെ നമുക്കുള്ളൂ. അതെ സാറേ, പൈസ തന്നിട്ട് സാറേ. ഒന്ന് പോ ചേട്ടാ അവിടുന്ന്. ഞാനല്ലേ പുറകിയിരുന്നത്. ചേട്ടൻ സുഖമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓടിക്കായിരുന്നല്ല. റോഡ് മൊത്തം കുണ്ടും കുഴിയായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് തരണം കാശ്. വെളച്ചിലെടുക്കാതെ കാശാ സാറേ. ചേട്ടൻ സോഡക്സ് എടുക്കോ? ഇല്ലല്ല. ചേട്ടൻ ക്രെഡിറ്റ് കാർഡ് എടുക്കോ? ഇല്ലല്ല. ഇനി പിന്നെ ചേട്ടന് എന്റെ വേറൊരു സാധനം ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് കൊടുക്കുന്നതാണ്. ഇതെന്തത്? എനിക്കങ്ങ് വേണ്ട. എന്ത് കല്യാണം കത്താ? സാറിന്റെ കല്യാണം? ഇത് സൂപ്പറല്ലേ? കഴക്കൂട്ടം സൈഡിൽ ചേട്ടന് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ചേട്ടൻ എനിക്കിത് കഴുത്തിലേക്ക് തൂക്കിട്ടെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്, റൈറ്റ്? സാറേ ഡാ, നിന്നെ എടുത്തോളാട്ടാ. എന്തുവാടേ ഹെൽമെറ്റുമായിട്ടൊക്കെ ഓട്ടോയില്? ഇതിന്റെ ഒരു സ്റ്റൈലാണ് ചേട്ടാ. നീന്താൻ പോയാലും കൂടെ കാണും. ഇതുപോലെ എനിക്ക് വേറൊരു സ്റ്റൈൽ കൂടിയുണ്ട്. ഞാൻ ഫോൺ എടുക്കുന്ന കണ്ടിട്ടുണ്ടാ? സൂപ്പറായിട്ടില്ലേ? ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടനും പറ്റും. എപ്പ എവിടുന്ന് വരുന്നു? അത് ചേട്ടൻ ഞാൻ ഉറങ്ങാതിരിക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ പോയതാണ്. ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുമ്പോ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ തക്കത്തിന് ഡോക്ടർ ഒന്നുകൂടെ പൂജി. ഇപ്പൊ നല്ല സുഖം. നീ അറിഞ്ഞ? എന്താണ് ചേട്ടാ? എടേ, സായി പറയണം ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട്. മുതലാളി വീഴ്ത്തിന്ന് പറയണതാണ് ശരി. ആകെ ഉള്ളൊരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാ
ഐറ്റ് സാഹിബിന് വേണ്ടത് എന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാ സിസ്റ്റങ്ങളും ഉള്ളത് കൊണ്ട് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ കമൽ ഭായിയെ വിളിക്കാം. അലുവയും മത്തിക്കറിയും കൂട്ടി അടിക്കുന്ന ടീമാണ്. എന്ത് വേണേലും ഇന്റഗ്രേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ എക്സെപ്ഷൻ ലോഗിയെ നമ്മൾ പാരലൽ വേറൊരു ആപ്ലിക്കേഷൻ പ്ലാൻ ചെയ്യേണ്ടി വരും. കമല് എങ്ങോട്ടാണ് രാവിലെ? രാവിലെ ഒരു 15 ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ബസ് വന്നടേ. പിന്നെ ഇങ്ങ് പോകുന്നു. 1 മണിക്കൂർ കഴിഞ്ഞു. എന്നാ വിശപ്പാ. ഒരു 10 പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചിട്ട് വരട്ടെ. ചേട്ടനാ വില കുറഞ്ഞ ഫുഡ് കിട്ടുന്ന അമ്മച്ചിയുടെ അടുത്താണ് പോണത്. ശശികൃഷ്ണൻ കൊച്ചി പോയതിനു ശേഷം അമ്മച്ചി 2 എരുമയെ വാങ്ങിച്ചു. അതാകുമ്പം വേസ്റ്റും തിന്നും പാലും കിട്ടും. നീ എന്തുകൊണ്ടാണ് കപ്പലെ ബസ്സിൽ വരാൻ തുടങ്ങിയത്? അവന്റെ ഒരു നെഞ്ചത്ത് വെച്ചുകൊണ്ടിരുന്നൊരു ബൈക്കുണ്ടല്ലോ, നിഞ്ച. ആ സാധനം കൊണ്ടുവച്ച് പിന്നെ നമ്മുടെ കാറൊന്നും അടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇഷ്ടമാണ്. നമ്മുടെ വണ്ടിക്കാരും വിലയല്ലേ അതിന്. എടേ, നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അതിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം പെട്ടത്. അതാണോ? സാധനം സിമ്പിൾ അല്ലടേ. ഐറ്റ ഇപ്പൊ തരാം. ഇതെന്തേട്ടാ സിസേഴ്സിന്റെ കവറാ? ഇത് പുതിയ മീറ്റിംഗ് നോട്ടാടേ. പോസ്റ്റ് കട്ടിങ് ആണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല. ഞാൻ രാവിലെ ഒരു പേന ചോദിച്ചപ്പോൾ ഒരു മുറി പെൻസിലാ കിട്ടിയത്. നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഡെലിവറി മാനേജർ 2, പ്രോജക്ട് മാനേജർ 1, പ്രൊഡക്റ്റ് മാനേജർ 1, ടെസ്റ്റ് മാനേജർ 1, അക്കൗണ്ട് മാനേജർ 1, പ്രോഡക്റ്റ് 1, സാസ് മാനേജർ ഒരു 1.5, പിന്നെ ട്രാൻസാക്ഷൻ മാനേജർ 1, പ്രോസസ് മാനേജർ 1. കഴിഞ്ഞു. എടേ, ഇത്രമാത്രം മാനേജർമാരാണേ. ആരാണ് ഇപ്പൊ പണിയെടുക്കുന്നത്? അയ്യോ, ഡെവലപ്പർ മിസ്സിങ്ങാ. ഒരു ട്രെയിനി മതി അല്ലേ അമിച്ച? ഒരുത്തപ്പതി കോസ്റ്റ് കുറയ്ക്കണ്ടേ നമുക്ക്. ആരായാലും അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവരെ ഞാനേറ്റു. എന്നാ ഞാൻ പോയിട്ട് വരാടേ. MA പറമ്പറാറി പോയിട്ട് പറമ്പറാതെ പൊട്ടിന്ന് കേൾക്കുന്നു. പോയിട്ട് വരാം. എന്താ ചേട്ടാ ഇത്? എന്താണ് ഇത്? ഭയങ്കര തണുപ്പാണല്ലോടാ. നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിക്കാലും തണുപ്പടാ. നമുക്കധികം ഡെവലപ്പർമാരൊന്നുമില്ല കേട്ടാ. ചേട്ടനാണ് എന്റെ പ്രൊജക്ട് ചെയ്ത്. ചേട്ടൻ പയറുപോലെ എന്നാലേ കാര്യങ്ങളൊക്കെ കിടക്കുള്ളൂ. ഞാൻ ഏട്ടടാ വള്ളിപ്പയറുപോലേക്കുന്ന എന്നോടാണോ പറയുന്ന പയറുപോലേക്കാൻ? ഇതിന് SRS ഉണ്ടോടാ? അതോ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷനും പോലെയാണോ? SRS വേണമെങ്കിൽ കമൽ ഭായിന്ന് വാങ്ങിച്ചേട്ടാ. ഇന്ന് എവിടെയാ SRS? ഞാൻ താഴെ പോയച്ചു വരാം. ദിസ് ഈസ് സിമ്പിൾ ഡാ. ഇത് ഞാൻ ഏട്ടറാ. ഇതാണോ നമുക്ക് കിട്ടിയ SRS? ഞാനൊന്ന് വായിക്കാം. ചെറിയ ഉള്ളി 5 എണ്ണം, ഇഞ്ചി 1, വെളുത്തുള്ളി 7 അല്ലി, മുളക് 1 ടേബിൾ സ്പൂൺ, സാറേ ഈ മുളകിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സാറേ? ഈ ആപ്ലിക്കേഷൻ എന്തിനാണ് സാറേ മുളക്? ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ. ഐ ആം ദി പ്രൊജക്ട്. ഐ നോ വാട്ട് ടു ഡു. നാളെ നേരം എടുക്കുമ്പോഴത്തേക്ക് ഹോം പേജിൽ കാണണം മുളക്. സോറി കേട്ടാ, തന്ന സാധനം മാറിപ്പോയി. അത് SRS അല്ലായിരുന്നു. പെണ്ണുമുള്ള രാവിലെ മാലക്കറി മേടിക്കാൻ തന്ന ലിസ്റ്റായിരുന്നു. എടാ ഇതെന്തോടാ ഇപ്പൊ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? മുളകിന് ഡീലെല്ലാം എഴുതി കഴിയാറാടാ. See, this is a change request, ra. We cannot take this. അങ്ങനെ പറയാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നോക്കട്ടെ. സാറേ, ടെസ്റ്റിംഗ് ടീമിലെ സതീഷ് കുമാർ വിളിക്കുന്നുണ്ട്. വല്ല കോസ്മെറ്റിക് ബക്കും മേജറായിട്ട് ലോഗ് ചെയ്യാനായിരിക്കും.
ഹലോ, ശശികൃഷ്ണനല്ലേ? ഹലോ, ശശികൃഷ്ണൻ സ്പീക്കിംഗ്. നമ്മുടെ ആപ്ലിക്കേഷനിലെ കാപ്പി കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയായിരുന്നു? എന്നാ പിന്നെ പോയി ചാരായം കുടിച്ചിട്ട് നോക്കണം. അത് ഈ റിലീസ് നോക്കണം അതോ നെക്സ്റ്റ് റിലീസ് നോക്കിയാൽ മതിയോ? നാശം. വെറുതെ അവന്റെ വായിരിക്കുന്ന കേട്ടു. സാറേ, അവന് ശരിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ. സാറേ, ഈ ടെസ്റ്റിംഗ് ടീമിന്റെ പുറകെ നടക്കുന്നൊക്കെ എവിടെ ചാർജ് ചെയ്യും സാറേ? എടാ, അത് ടെക്നോ പാർക്ക് ഉടായ്പ ആക്ടിവിറ്റീസ് ചാർജ് ചെയ്താൽ മതി. ചേട്ടാ, നമ്മുടെ സാസ് ടെസ്റ്റിംഗ് എന്താ ചേട്ടാ? 10-15 ഇഷ്യൂസ് ലോഗ് ചെയ്തിട്ടുണ്ടല്ലോ. അത് നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ ആ എക്സൽ ഷീറ്റിലെല്ലാം ഫിക്സ്ഡ് ഇട്ട ആപ്ലിക്കേഷൻ അങ്ങനെ തന്നെ തിരിച്ചയച്ച് അവന്മാർ തന്നെ സർട്ടിഫിക്കറ്റ് തന്ന് കണ്ട. അപ്പം ചേട്ടാ, പാസ്വേഡ് ഇല്ലാതെ കയറാൻ പറ്റുമല്ല? അതൊക്കെ പറ്റും. അതിനിപ്പോൾ അടുത്ത വേർഷനിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. സീതാദേവി, എനിക്കും കൂടെ ഒരു ചെറുത്. പോടാ അവിടുന്ന്. ഇത് ബുദ്ധി കൂടാനുള്ള ഹോമിയോ മരുന്നാണ്, അല്ലാതെ കണ്ട വയറന്മാർക്ക് കുടിക്കാനുള്ളതല്ല. ഹലോ, ഇന്ന് സൺഡേ അല്ലേ, നമുക്കൊരു പടത്തിന് പോയാലോ? ഇന്ന് നടക്കൂല. ഇന്നിത് ചാടിക്കടന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലാടെ അവിടെ വല്ല വേലിയും കെട്ടി വെച്ചിട്ടുണ്ടോ ചാടിക്കടന്ന് വരാൻ? വേലിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അഴിച്ചെങ്കിലും മാറ്റണം. ഇതതിലും ഭയങ്കര സാധനമാണ്. കഴക്കൂട്ടം കൃഷ്ണയിലല്ലേ ആ പഴയ പടത്തിന്റെ റീമിക്സ് മതിയർമാദം? അത് ഭയങ്കര ബോറാടാ. നമ്മുടെ AG മന്ത്ലി അപ്ഡേറ്റ് പോലെ തന്നെ. നായകൻ പുതിയതാണെന്നേ ഉള്ളൂ, സ്ലൈഡ്സ് എല്ലാം പഴയതാണ്. പക്ഷെ ക്ലൈമാക്സിൽ പുതിയ സ്ലൈഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. കൺസേൺസ് കരഞ്ഞു പോവും. വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതതുമില്ല. നീ വരല്ലേ പറഞ്ഞു, ഞാൻ പോണു. ചേട്ടന്മാരെ, അറിഞ്ഞോ നമ്മുടെ പ്രോജക്റ്റ് സൂപ്പർ ഹിറ്റായി. ഞാൻ എന്താ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ട? ഇത് കണ്ട, ബ്രേവ് ഹാർട്സ് ആണ്. പല കളറുണ്ട്. ഇത് ചുമരുമേ കുത്തി വെച്ചാൽ മതി. എല്ലാ മണ്ടന്മാരും കാണട്ടെ പണിയെടുക്കുന്നവന്മാരും ഉണ്ടെന്ന്. Happy birthday to you. Happy birthday to you. Happy birthday dear Shaiju sir. Happy birthday to you. എന്താ ഇന്ന് സാറിന്റെ ബർത്ത്ഡേ അല്ലേ? ഇത് ഞാൻ M² പറിക്കതാടേ. M² ഊണിന് വില കൂട്ടിയപ്പം സാറിപ്പോ ഇങ്ങനെയായിരിക്കും മുതലാക്കുന്നതല്ലേ? എന്താ അവിടെ പ്രശ്നം? എന്താണ് നിന്റെ കൺസേൺസ്? ധൈര്യമായിട്ട് പറയടേ. ഒന്നുമില്ല. എന്നോട് നിങ്ങൾക്ക് എന്ത് കള്ളവും പറയാം, എനിക്കൊന്നും മനസ്സിലാവില്ല. കൺസേൺസ് എന്തും പറയാം, നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ചെന്നൈനോൾ ഇങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. സാറേ, ഈ സാറ്റർഡേ വലിയൊരു തൊല്ലയാണ് സാറേ. ഈ 5 ദിവസം പണിയെടുത്ത് തല പുകഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും അവധി വേണ്ടേ? അതില്ലെങ്കിൽ പോട്ടെ, മെയിലെങ്കിലും അയക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. നീ ആരുടെ ഇഷ്ടപ്പെട്ടു കമ്പനി പോളിസിയിൽ ഇടപെടാൻ? നീ എന്നെ കൂടുതൽ മണ്ടനാക്കല്ലേ? അതുകൊണ്ടല്ലടോ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് കൺസേൺസ് ഒന്നും ഇല്ല 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 എന്ന് പറഞ്ഞാ മനസ്സിലാകണ്ടേ? എന്താണ് പ്രശ്നം നിനക്ക്? ഒന്നുമില്ലാന്ന്. Hey, Ravani. സാറേ, How many kilometers from Washington DC to Miami Beach? സാറേ. No. I am the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. ഒരുത്തനെ വിളിച്ച് 2 ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ എന്തൊരു സമാധാനമായി. ഗൈസ്, സിംഗപ്പൂരിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ്, ഇവിടെ വാടേ. സാറേ. നീ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോടെ?
സാറ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. സാറേ, ഞാൻ ഈ B2Z നമ്മുടെ ഹൗസ് കീപ്പിംഗ് ഏജൻസി എന്റെ മാനേജരാണ് സാറേ. അതിന് ഞാൻ എന്ത് വേണം? സാറേ, ആ ഫയർ പോയിന്റ് ട്രെയിനിങ് റൂമിൽ ഇരിക്കുന്ന ആ പൊക്കോളർക്കനില്ലേ? ആരാ? തന്റെ ബന്ധുവാണോ? ആ പയ്യൻ കൊള്ളാമല്ലോടാ. അവൻ ഒരുപാട് സൈറ്റ് ഉണ്ടാക്കി തള്ളുന്നുണ്ടല്ലോടെ. എന്റെ ബന്ധുവൊന്നുമല്ല സാറേ, അവൻ എന്റെ സ്റ്റാഫാണ്. ആ OCR മീറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന സായിപ്പിന് ചായ ഉണ്ടാക്കാൻ വിട്ടാണ് സാറേ. ഇതുവരെ വന്നില്ല. സായിപ്പാണെങ്കിൽ എന്നെ അടിക്കുന്ന ലക്ഷണമാണ്. ഡാ കേരളത്തിലുള്ള എല്ലാവർക്കും ഫയർ പോയിന്റ് ട്രെയിനിങ് മസ്റ്റ് ആണെന്ന് നിനക്ക് അറിയില്ലേ? ഇവിടെ കിടന്ന് കൂടുതൽ അറിയാൻ നിന്നെ പിടിച്ച് ട്രെയിനിങ് ഇടും. വേഗം പൊക്കൂ. സാറേ, എനിക്കങ്ങ് വയ്യ സാറേ. എന്താടാ? എന്തു പറ്റി? എന്താ അതിന്റെ പ്രശ്നം? എനിക്കങ്ങും ജോലി ചെയ്യാനൊന്നും വയ്യ സാറേ. എനിക്ക് മടുത്തു. അങ്ങനെ പറയല്ലേ. നീ ഇരിക്കേ, നമുക്ക് സംസാരിക്കാം. സാറേ, ഇത് എന്റെ രാജിക്കത്ത് സ്വീകരിക്കണം. ഏയ്, നീ അങ്ങനെ ചിന്തിക്കരുത്. അത് പോട്ടെ, എന്തായിരുന്നു നിന്റെ റേറ്റിംഗ്? റേറ്റിംഗ് 2 അല്ല 3. അതായത് PWD റേറ്റിംഗ് അനുസരിച്ച് 1 തിരുമണ്ടൻ, 2 മരമണ്ടൻ, 3 മണ്ടൻ, 4 ഒന്നിനും കൊള്ളാത്തവൻ, 5 ബുദ്ധിയുണ്ട് പക്ഷെ അപ്രൈസൽ വേണ്ട. ഞാൻ മണ്ടനായിരുന്നു സാറേ, ഞാൻ മണ്ടനായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. നീ മണ്ടനൊന്നും അല്ലായിരുന്നു, നീ മരമണ്ടനായിരുന്നു. സാറേ, നിന്നെ ഓൺ സൈറ്റ് ഇവിടെ ഞാൻ എല്ലാം ശരിയാക്കി വെച്ചേക്കായിരുന്നു. എന്തായാലും നീ പോവല്ലേ? അല്ല സാറേ, സാറെന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞേ? സാറെന്തോ പറഞ്ഞു സാറേ. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. സാറ് ഓൺ സൈറ്റ് എന്നോ എന്തോ സാറ് പറഞ്ഞു. നീ എന്തായാലും പോവല്ലേ? ഇനിയിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? അല്ല സാറേ, അതങ്ങനെ അല്ല സാറേ. അതിപ്പോ എവിടെ എന്റെ കീബോർഡ്, എവിടെ എന്റെ രാജിക്കത്ത്? ഞാൻ പോകുന്നു സാറേ. എടാ പോലെ. സാർ ഒന്നും പറയണ്ട, ഞാൻ എന്റെ സീറ്റിൽ കാണും. പോട്ടെ, ടാറ്റ. അങ്ങനെ ഒരുത്തിനെയും കൂടെ പറ്റിച്ചു. ഇപ്രാവശ്യം ഇവനെ തേക്കണം. ഇവൻ മരമണ്ടനല്ല, ഇവൻ തിരുമണ്ടനാണ്. May I come in, sir? Yes, Tommy, come on. Check your seat. Sir, it's regarding the FirePoint project we were executing last week. Yes, Tommy. I have forwarded the mail to everyone. You saw that, right? Yes, sir. സാറേ, എന്തെങ്കിലും? Okay. അല്ല, പ്രോജക്റ്റ് ഡെലിവറി ചെയ്താണ്. Okay. ക്ലയന്റ് ഓക്കെ പറഞ്ഞാണ്. Okay. എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ഓ, സാറെ കാറ് കൊണ്ടുവന്നിട്ടുണ്ടേട്ടാ, സാൻഡ്രോ കാറ്. നിനക്ക് ഞാൻ കാലാകാലങ്ങളായി കാത്തുവച്ചിരുന്ന ഒരു സമ്മാനമുണ്ട്. സർ, ഇന്ന് ഞാൻ നിനക്ക് തരും. നിന്റെ ആത്മാർത്ഥയ്ക്ക് ഞാൻ കാത്തുവച്ചിരുന്ന ഒരു മഹത്തായ സമ്മാനമാണ്. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിടിച്ചോ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെഴുതുമ്പം കൊല്ലുമായി, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കൊല്ലുമായി. ജനനഭാരമയ തീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകലു തേടുമ്പം കുലുമാൽ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ.